പലതരത്തിലുള്ള മാനങ്ങളുള്ള കേസാണിത്. കൊടുത്തത് കറൻസിയാണോ ചെക്കാണോ, രേഖയിലുള്ള പണമാണോ വാങ്ങിയിരിക്കുന്നത് അല്ലയോ, ഈ പണത്തിന്റെ വരുമാന സ്രോതസ് എന്താണ്, ഈ പണം എന്ത് ചെയ്തു, ആർക്കൊക്കെ ഇതിന്റെ വിഹിതം കിട്ടിയിട്ടുണ്ട്. ഗുരുതരമായ കേസാണിത്. ഈ കേസിൽ എഫ്ഐആർ ഇടാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറാവുന്നില്ല? അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. പോലീസ് എഫ്ഐആർ ഇട്ടേ മതിയാവുള്ളൂ. ഞങ്ങൾ ഇന്ന് DGPക്ക് ഔപചാരികമായിട്ടുള്ള പരാതി നൽകുകയാണ്. PSC ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെയും ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ പുകമറ സൃഷ്ടിച്ച് ഇതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത വാർത്ത ചില മാധ്യമങ്ങൾ പ്രാദേശിക BJP നേതാവിന് പങ്ക്. ഏതാണ് ഈ പ്രാദേശിക BJP നേതാവ്? ഇതിലേത് പ്രാദേശിക BJP നേതാവാണ് എന്ന് വെളിപ്പെടുത്താൻ ആ മാധ്യമങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ മാധ്യമങ്ങൾക്കെതിരായും ശക്തമായ നിയമ നടപടി ഭാരതീയ ജനതാ പാർട്ടി എടുക്കും. ഇത് വെള്ളരിക്കാപട്ടണമല്ല. CPMന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ഒരു ക്രിമിനൽ കേസിനെ വഴിതിരിച്ചുവിടാൻ പ്രാദേശിക BJP നേതാവ്, ഏതാണ് പ്രാദേശിക BJP നേതാവ്? ഈ പറഞ്ഞ സ്ഥലത്തോ കോഴിക്കോട് നഗരത്തിലോ ജില്ലയിലോ ഏതെങ്കിലും ഒരു പ്രാദേശിക BJP നേതാവ് ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വ്യക്തമാക്കണം. അങ്ങനെ വാർത്ത കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മാധ്യമധർമ്മം എന്ന് പറയുന്നത് വസ്തുതകളായിട്ട് പറയാനാണ്. ഏതാണ് പ്രാദേശിക BJP നേതാവ്? എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത്? ആരെയാ ഭയപ്പെടുന്നത്? ഈ കേസിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അനാവശ്യമായി വലിച്ചിഴച്ച് പ്രശ്നത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ളത് CPMന്റെ അജണ്ടയാണ്. അതിനെന്തിനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വഴിപ്പെടുന്നത്? ഏത് പ്രാദേശിക നേതാവാണ്? സജീവൻ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നു. മുണ്ടിക്കൽ, എവിടെ? മുഴിക്കൽ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സജീവനുമില്ല. ആകെ ഒരു സജീവനേ ഉള്ളൂ, ജില്ലാ പ്രസിഡന്റ്. നിങ്ങൾ ആ നമ്പർ വേണ്ട. ഏതാണ് BJP പ്രാദേശിക നേതാവ്? അത് വെളിപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളാണ് ഇത് വാർത്ത കൊടുത്തത്. ഏതെങ്കിലും ദേശാഭിമാനിയോ കൈരളിയാണെങ്കിൽ ഞാൻ പറയില്ല, കാരണം അവരെപ്പോഴും ഈ കള്ള വാർത്ത പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നു. ഉത്തരവാദപ്പെട്ട ലേഖകന്മാരാണ് കൊടുത്തിരിക്കുന്നത്. അവരെ നിയമവഴിയിൽ തന്നെ ഞങ്ങൾ നേരിടും. സത്യം നിങ്ങൾ തുറന്ന് പറയണം. ഏതാണ് പ്രാദേശിക BJP നേതാവ്? ഒരു കാര്യവുമില്ലാതെ ഇതിൽ BJPയെ വലിച്ചിഴച്ചു. അതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അത് ഞങ്ങൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിയമം ആ വഴിയിൽ തന്നെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ആ പ്രാദേശിക BJP നേതാവ് ആരാണെന്ന് പറയിപ്പിക്കും. അല്ലെങ്കിൽ ഈ വാർത്തയ്ക്കെതിരായിട്ട് നിങ്ങളെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാനാവുമെന്ന് ഞങ്ങൾ നോക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അഴിമതി, ഇത്രയും ഗുരുതരമായ ഒരു കേസ് പോലീസിന്റെ അന്വേഷണത്തിന് വിധേയമാവാത്തത്? അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇത് ഒരു അഴിമതിയല്ല ഇവർ നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് എന്തെല്ലാം അഴിമതികൾ ഈ മാഫിയ സംഘം ഇതിനോടകം നടത്തി എന്റെ മുമ്പിലിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അറിയാത്തതാണോ?